കാരണം എനിക്ക് ആ പ്രൊജക്ട് തരുന്നത് ഉണ്ണിയാണ്. ഞാൻ ഉണ്ണിയുടെ കോൺഫിഡൻസിലാണ് ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത്. ഉണ്ണിയാണ് ഈ മാർക്കോനെ കുറിച്ചിട്ട് എന്നോട് പറയുന്നതും പിന്നെ ഹനീഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. പിന്നെ ഉണ്ണിയുടെ കോൺഫിഡൻസിന്റെ പുറത്താണ് ഞാൻ ഹനീഫിനെ മീറ്റ് ചെയ്യുന്നത്. ട്രോള് പോലെ തന്നെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നതാണ് ഡിഫൻഡേഴ്സിന്റെയും സിഗാറിന്റെയും ഒരു വലിയ കളക്ഷൻ അതിലുണ്ട്. ഡിഫൻഡേഴ്സ്, സിഗാർസും പിന്നെ ബ്ലഡും. ബ്ലഡ് ഇപ്പൊ അതിൽ ജി വാഗൺ കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു ഓഡി കാണിക്കുന്നത്, BM. ഇതൊക്കെ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നുള്ള കാർസ് ആയിരുന്നു. സീനൊക്കെ കേട്ട സമയത്ത് അയ്യോ വേണ്ട പപ്പ എന്ന് തോന്നിയോ? അങ്ങനെയൊക്കെ തോന്നിയോ? Actually, I asked my father to let me act in the movie. Oh, great. So courageous, right? ഫ്രിഡ്ജില് തലട്ടടിക്കുന്ന കുട്ടിയുണ്ട്, പക്ഷെ അത് ഫേസ് ചെയ്ത് കാണിച്ചിട്ടില്ല. അത് മോളായിരുന്നു. അപ്പൊ അതൊക്കെ അവിടെ നന്നായി ചെയ്തേക്കും. എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു? ഇപ്പൊ നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണില്ലേ, ഡിസ്നി വേൾഡിൽ നിന്ന് വരുന്ന ബ്യൂട്ടിഫുൾ പ്രിൻസസ്, പ്രിൻസ്, ഇതുപോലൊക്കെ ഈ കുതിരപ്പുറത്തൊക്കെ വന്ന് ഞങ്ങളെ രക്ഷിക്കും ലാസ്റ്റ്, അങ്ങനെ ആ എൻഡ് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? Sometimes. Okay. Okay. But then we realized we were just dead. ഏറ്റവും കൂടുതൽ എടുത്ത ടിപ്പ് ഏതാണ്? ലൈക്ക് ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളത്. Don't be scared to go up. Actually, one of the villains, Abhimanyu, we call him Biscuit Villain. ബിസ്ക്കറ്റ് വീൽ എന്നാ വിളിക്കുക, കാരണം അഭി എപ്പോഴും ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസ്ക്കറ്റ് വീൽ എന്നാ വിളിക്കുക. ശരിക്കും കബീറിന് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തൊരു സിനിമ ഇതാ. ലിറ്ററലി ഓ കബീറിന്റെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കബീർ. ആ പുള്ളി ഒരു ബ്രദർലി ഫീലാണ്. പുള്ളിക്ക് അങ്ങനത്തെ ഒരു അഹങ്കാരോ ഒന്നുമില്ല, ഒരു സാധാരണ നല്ലൊരു മനുഷ്യൻ. ഉണ്ണിയുടെ ആക്ഷൻ സീൻസ് ഒക്കെ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ, കാരണം ഉണ്ണി ആക്ഷൻ ചെയ്ത് നമുക്കറിയാം, പക്ഷെ ഇങ്ങനെ ചെയ്യും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഉണ്ണി അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര It was yummy. അവരുടെ ഒക്കെ ഒരു നമ്മളോട് കാണിക്കുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ, ഒരു ജെനുവിനിറ്റിയാണ്. അതായത് പ്രഗ്നന്റ് ആണെന്ന് ലൊക്കേഷനിൽ വെച്ചിട്ട് അറിഞ്ഞത്. ഭയങ്കര കെയറിംഗ് ആയിരുന്നു. എന്റെ വീട്ടിലുള്ളതിനേക്കാളും കെയറിംഗ് ആയിരുന്നു എന്റെ അടുത്ത്. നമുക്കൊരു നണ്ണും കോൺജുറിങ് പോലത്തെ ഒരു മൂവി അത് വരണം, മലയാളത്തിൽ നിന്ന് വരണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു. നടക്കും ഉറപ്പില്ല, പക്ഷെ ആഗ്രഹിക്കുന്നു. ഹായ് എവരിവൺ, മൂവി വേൾഡ് മീഡിയ ഒരു പവർ പാക്ക് എപ്പിസോഡ് ആയിരിക്കും ഇന്നത്തേത്. ബിക്കോസ് ടോക്ക് ഓഫ് ദ ടൗൺ മാർക്കോ മൂവിയുടെ പ്രൊഡ്യൂസർ ആൻഡ് ദ ഹോൾ പവർ പാക്ക് ഫാമിലി ആണ് നമ്മുടെ കൂടെ എന്നുള്ളത്. മിസ്റ്റർ ഷെരീഫ് മുഹമ്മദ് ആൻഡ് ദ പവർഫുൾ കിഡ്സ് ആൻഡ് ദ ഹോൾ ഫാമിലി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സർ പറയൂ, എങ്ങനെയുണ്ട് മാർക്കോ കഴിഞ്ഞ ശേഷമുള്ള ടോക്ക് ഓഫ് ടൗൺ? സെലിബ്രിറ്റി പ്രൊഡ്യൂസർ ആണ് നിങ്ങൾ, സോ പറയൂ എങ്ങനെയുണ്ട് മാർക്കോ മൂവി കഴിഞ്ഞ ശേഷമുള്ളത്? അല്ല, സക്സസ് ആയതിന് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഇന്നലെയാണ് ദുബായിലേക്ക് തിരിച്ചെത്തിയത്. കാരണം ഫാമിലി, വൈഫ് പ്രഗ്നന്റ് ആയതുകൊണ്ട് അവർ നാട്ടിലുണ്ടായിരുന്നില്ല, കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ കൂടെ മൂവി കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ മക്കളായിട്ട് പോകാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്. പക്ഷെ വന്ന് ഫസ്റ്റ് തന്നെ ഞാൻ വൈഫായിട്ട് ഇന്നലെ മൂവി കണ്ടു. അപ്പൊ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മളൊരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഒരു സന്തോഷം. പറയൂ, നിങ്ങൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഐ തിങ്ക് മൂവി വേൾഡിനാണ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ഒരു ഹോൾ ഫാമിലി. We are so happy for that. ഇതെന്റെ വൈഫ്, ഒരേ ഒരു ഭാര്യ, ജുമാന ഹമീദ് എന്നാണ് പേര്. ഇത് മൂത്ത മകള് ഫ്രയ മറിയം, രണ്ടാമത്തെ മകള് അയ മറിയം. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട കേട്ടോ, 2 മിനിറ്റ് മുമ്പ് ഇതൊന്നും ആയിരുന്നില്ല. സോ ഇൻട്രൊഡ്യൂസ് പറഞ്ഞോളൂ. പറഞ്ഞു. My mama is pregnant, so there's a baby. Waiting for the Okay, പറയൂ മോള്, പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു ടു ചാമിങ് കിഡ്സ്? പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കോ? We made a lot of friends there. Unni Mukundan was very kind and friendly. He helped us out. Yeah. Okay. And what എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? Because everyone is talking about you and this is A certificate movie. So പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ആൻഡ് ഈ സീനൊക്കെ കേട്ട സമയത്ത് അയ്യോ വേണ്ട പപ്പ എന്ന് തോന്നിയോ? അങ്ങനെയൊക്കെ തോന്നിയോ? Actually, I asked my father to let me act in the movie. Oh, great. So courageous, right? So ഈ ഒരു സീൻ കേട്ട സമയത്ത് ഞാൻ തന്നെ ചെയ്യുമെന്ന് റെഡി ആയിരുന്നു അല്ലേ? Okay. So എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത്? ലൈക്ക് വേറെ കാസ്റ്റ്, നമുക്ക് കാസ്റ്റിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഉണ്ണി എന്ന് പറയുന്ന കാസ്റ്റിലേക്ക് എങ്ങനെയാണ് മിസ്റ്റർ ഉണ്ണി മുകുന്ദൻ? ഉണ്ണി എന്ന കാസ്റ്റിലേക്ക് എത്തിയതല്ല, ഞാനും ഉണ്ണിയും കൂടിയിട്ട് ഞങ്ങള് വേറെ പ്രൊജക്ട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം ഉണ്ണിയാണ് ഈ മാർക്കോനെ കുറിച്ചിട്ട് എന്നോട് പറയുന്നതും പിന്നെ ഹനീഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. പിന്നെ ഉണ്ണിയുടെ കോൺഫിഡൻസിന്റെ പുറത്താണ് ഞാൻ ഹനീഫിനെ മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഹനീഫായിട്ട് സംസാരിച്ചപ്പോൾ ഹനീഫിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മളതിലേക്ക് വരാനുണ്ടായത്. മാം കേട്ടിട്ടുണ്ടായിരുന്നോ ഈ സ്ക്രിപ്റ്റ് ഇവര് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും വയലൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നോ? ആദ്യം അറിയായിരുന്നു, അല്ല സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു എല്ലാവരുടെ പോലെ, ഇതെങ്ങനെയാണ് പബ്ലിക് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മള്, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്രയും വയലൻസ് ആയിട്ടുള്ള ഒരു മൂവി ഇല്ല എന്നുള്ള കാര്യം. സോ ഈ ഒരു നമ്മളിപ്പോ കേട്ട കാര്യം കറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ കാണാണ്. സോ ഹൗ യു ഫീൽഡ് അബൌട്ട് ദാറ്റ്?
എങ്ങനെയായിരുന്നു അത് ഫീൽ ചെയ്തത്? എന്തായിരുന്നു? വെരി നൈസ്, ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു ആക്ച്വലി. ലൈക്ക് ഷൂട്ടൊക്കെ കണ്ടിട്ട് പിന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഇറ്റ് വാസ് വെരി നൈസ്. എന്താ പറയാ, ഞാൻ ലിറ്ററലി കരയായിരുന്നു ഇരുന്നിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട്. ഞാൻ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. മാൻ, ഇറ്റ്സ് ലൈക്ക് നമുക്ക് അഗൈൻ ആൻഡ് അഗൈൻ പോയി കാണാൻ പറ്റും. അതന്നെയല്ലേ നിങ്ങളുടെ ക്യാപ്ഷൻ വരുന്നത്? അങ്ങനെയുള്ളത് തന്നെയാണ് നമ്മളും പ്ലാൻ ചെയ്തിരുന്നത്. വൈഫ് കരഞ്ഞു എന്ന് പറയുന്ന സന്തോഷം കൊണ്ടാണ് കേട്ടോ. സന്തോഷം കൊണ്ടാ. നിങ്ങൾ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞോ, ഗായ്സ് ഞാൻ ഇതിൽ ആക്ട് ചെയ്തു, ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു? Yeah, but then most of them don't know Malayalam. Okay. Yeah. So only few of my friends know Malayalam, so I told all of them that I'm acting. Okay. Okay, എനിക്ക് തോന്നുന്നു ഇതിൽ ലാംഗ്വേജിനെക്കാളും കൂടുതൽ കണ്ടിരിക്കാനുള്ള സീക്വൻസ് കൂടുതലുണ്ട്. ഇനിയിപ്പോ അവിടെ ഹിന്ദി ഓൾറെഡി റണ്ണിങ് ആണ്. ഇനിയിപ്പോ അടുത്ത ലാംഗ്വേജ് ആഡ് ഓൺ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോ തെലുഗു ജാൻ 1 റിലീസാണ്, തമിഴ് ജാൻ 3 റിലീസാണ്. സോ ഹാപ്പി ദാറ്റ്. സോ നെക്സ്റ്റ് പിന്നെ ലൈക്ക് നമുക്ക് ട്രോള് പോലെ തന്നെ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നതാണ്, ഡിഫൻഡേഴ്സിന്റെയും സിഗാറിന്റെയും ഒരു വലിയ കളക്ഷൻ അതിലുണ്ട്. ഡിഫൻഡർ സിഗാർസും പിന്നെ ബ്ലഡും. ബ്ലഡ്. അതെ, ഈ ഡിഫൻഡർ സിഗാർ പിന്നെ റെഡ് മയം, കംപ്ലീറ്റ് റെഡ്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണത്? അല്ല, കാഴ്സ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിനിമയ്ക്ക് ആവശ്യമുള്ള കാഴ്സ് നമ്മളോട് പറഞ്ഞത് നമ്മളുടേതായ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തത്. പിന്നെ സിഗാർസ് എന്ന് പറയുന്നത് അത് ആക്ച്വലി ഉണ്ണി ഒരു സ്മോക്ക് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഉണ്ണി അത് അഭിനയിച്ചു കൊണ്ടുവന്ന രീതി അത് ഭയങ്കര എക്സ്ട്രോർഡിനറി ആയിരുന്നു. ആ ഒരു സ്വാഗും ആ സിഗാർ വെച്ചിട്ടുള്ള ഒരു സ്വാഗ് ഭയങ്കര സംഭവമായിരുന്നു. അതായത് പിന്നെ ബ്ലഡ് പറയുന്ന വെച്ചാൽ നമ്മളൊരു മേക്കപ്പിനും പ്രോസ്തറ്റിക്സിനും ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എക്സീഡായി പോയതിന്റെ കാരണം ഈ ബ്ലഡ് കൂടുതൽ ബ്ലഡ് ആവശ്യം വന്നിരുന്നു. അപ്പൊ അവര് എന്താ പറയാ, സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തു തന്നു. ഓക്കെ. സോ ഈ ബ്ലഡ് ആയിട്ട് കോമ്പൈൻ ചെയ്ത ബ്ലാക്ക് അല്ലേ കംപ്ലീറ്റ് തീം വെച്ചിരിക്കുന്നത്? വൈ ബ്ലാക്ക്? അത് ഡയറക്ടറിന്റെ ക്രിയേറ്റിവിറ്റിയാണ്. അത് അവരുടെ ക്രിയേറ്റിവിറ്റി. നമുക്ക് ആ ക്രിയേറ്റിവിറ്റിയിൽ ചോദ്യം ചെയ്യാൻ നമ്മൾ ആളല്ല. അതെ അതെ. പിന്നെ ഡയറക്ടർ, നമ്മളുടെ DOP അവരെന്താണ് തീരുമാനിക്കുന്നത് അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പാട്ട്. അല്ല നമ്മൾ ക്രിയേറ്റിവിറ്റിയിൽ കയറി ഇടപെടുന്നത് ശരിയല്ല. ആസ് എ പ്രൊഡ്യൂസർ അതിലൊരു കംപ്ലീഷൻ കിട്ടില്ല. അതെ. സോ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കും. നമ്മള് സജഷൻസ് പറയുന്നുള്ളൂ, നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഹനീഫായാലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവും. കാരണം നമ്മളുടെ മനസ്സിലുള്ള എന്താണോ അതന്നെയാണ് ഹനീഫും പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങൾ പോയിരുന്നത്. അതെ, സജഷൻസ് പറയാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. സോ സാറിന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു കാര്യം, അതായത് ഇത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ ഷെരീഫ്, അങ്ങനെ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്ക് ഇതിൽ റീവർക്ക് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ലൈക്ക് നിങ്ങളുടെ ഒരു സോങ്ങിന് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു, ഡാബ്സിയുടെ സോങ്ങിന്റെ ഇഷ്യൂ വന്ന സമയത്ത് ആക്ച്വലി നമ്മൾ പാനിക് ആവുക ചെയ്തത്. കാരണം സിനിമ അത്രയും പോസിറ്റീവ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു ചെറിയൊരു നെഗറ്റീവ് വന്നത്. അതായത് പബ്ലിക്കിന് എന്തോ അതിനൊരു ചെറിയൊരു നെഗറ്റീവ് വന്നപ്പോൾ പിന്നെ നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് നമ്മളൊരു തീരുമാനം എടുത്തു. അത് നല്ലതും വന്നു, പൊട്ടയും വന്നു. നമ്മളെപ്പോഴും പറഞ്ഞ ഒരു കോയിൻ 2 സൈഡ് ഉണ്ടെന്ന്. അതെ അതെ. അപ്പൊ നമ്മള് പോസിറ്റീവ് സൈഡ് മാത്രമാണ് എടുത്തത്. സോ അത് ഡാബ്സ് ആ ഒരു സോങ് ബ്ലഡ് എന്നുള്ള ആ സോങ്ങിന്റെ വന്നു. എന്നിട്ട് ലൈക്ക് ആ ഒരു ഡേ ഇറ്റ്സെൽഫ് നിങ്ങൾ പ്രൊഡക്ഷൻ ടീമിൽ അവർ അടുത്ത നോട്ടീസ് അതിന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ മ്യൂസിക് ഡയറക്ടറാണ്. കാരണം രവി ബസൂർ സാറിന് നമ്മളത് ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്യുകയും പുള്ളി അത് ചെയ്തിരുകയും ചെയ്തു. പിന്നെ എത്രയും പെട്ടെന്ന് നടക്കാനുള്ള കാരണം പുള്ളിയുടെ ടീമിലുള്ള ആളാണ് ഈ പറയുന്ന സന്തോഷ് വെങ്കി എന്ന് പറയുന്ന പുള്ളി. പിന്നെ പുള്ളി തന്നെയാണ് ഈ ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നത് ഈ മൂവിയുടെ. എന്തായാലും വേറെ തന്നെ ഒരു ലെവലായി അല്ലേ അത് കംപ്ലീറ്റ് മാറ്റുന്ന സമയത്ത്. അഗൈൻ ഞാൻ പറയാറ് ഡിഫൻഡർ സിഗാർ ഈ കാര്യത്തിലേക്ക്. സോ എങ്ങനെയാണ് ഇപ്പം ഉണ്ണി അന്ന് യൂസ് ചെയ്യുന്ന മാർക്കോന്റെ ക്യാരക്ടറായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി എന്റെ കാർ. ബാക്കി എങ്ങനെ ആ ഒരു ടൈം പീരീഡിൽ ചെയ്തെടുത്തു? ബാക്കിയുള്ള കാർസ് എന്ന് പറയുന്നത് ഈ ഡിഫൻഡേഴ്സും ഇപ്പൊ അതിലൊരു G-Wagon കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു ഓഡി കാണിക്കുന്നത്, BM, ഇതൊക്കെ നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നുള്ള കാർസ് ആയിരുന്നു. അപ്പൊ അതൊന്നും നമുക്ക് ഇനി വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പൊ ഞാനൊരു വാക്ക് പറയുമ്പോൾ അത് തട്ടാതെ അത് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്ന ആൾക്കാരാണ്. ആക്ച്വലി അതില് 3 കാർസ് അവരുടെ ആക്സിഡന്റും ആയിരുന്നു. പക്ഷെ അവരൊക്കെ അത് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. കാരണം അവരുടെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് എനിക്കത് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റിയത്. ഇതിൽ ഈ സ്ക്രാച്ചും ആക്സിഡന്റ് സീൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നോ? അല്ല, മനസ്സിൽ ടെൻഷൻ ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ട്. നമുക്ക് അനാവശ്യമായിട്ട് പൈസ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമമുണ്ടോ. പക്ഷെ ആ സമയത്ത് ഒരു പാനിക് സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല. കാരണം ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ആ സമയത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ആളാണ്.
ഞാനവിടെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം സിനിമയെ ബാധിക്കും എന്ന് അറിയുന്നതുകൊണ്ട് ഞാനത് വളരെ സ്മൂത്ത് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. കുട്ടികൾ അതിലുണ്ട്, സോ വൈ നോട്ട് എന്നുള്ള സാധനം എന്താണ് അതിലേക്ക് വരാഞ്ഞത്? ഒരു ചെറിയ റോൾ എന്തെങ്കിലും ചെയ്യാനുള്ള കറക്റ്റ് ടൈമിനാണ് ക്യാരിങ് ആയത്. വൈഫിന് ജസ്റ്റ് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ അതങ്ങനെ ഒരു മുഴുനീള ക്യാരക്ടർ ഒന്നല്ല, ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കണം, അവളുടെ ഒരു ആഗ്രഹമാണ്. അതെന്തായാലും സാധിപ്പിക്കും ഉറപ്പായിട്ട്. ക്യാരിങ് ഒക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക, പിന്നെ ഇവരെയും നോക്കണം, എല്ലാം കൂടി ആയപ്പോ പിന്നെ ലൈക്ക് ഞാൻ മാറിയതാണ്. നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് മൂവിയിൽ ആക്ട് ചെയ്യാനല്ല, അവൾക്കൊരു ആഗ്രഹം അതെനിക്കും താല്പര്യമില്ല, സാധിപ്പിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. മാം ഇങ്ങനത്തെ ഒരു സീനാണ് കുട്ടികൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ്സ് എക്സ്ട്രീംലി വയലൻസ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് മാമിന് ഓക്കെ ആയിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത്? ദൈവം ഇങ്ങനെ എന്തെങ്കിലും പറ്റുമോ? ആക്ച്വലി ഇവള് ഷൂട്ടോടെ നടക്കുമ്പോൾ ഞാൻ ഹനീഫിന്റെ അടുത്തിരിക്കുകയായിരുന്നു ചെയറിൽ. അപ്പൊ ലൈക്ക് എന്റെ ടെൻഷൻ ഇവളത് നന്നായി ചെയ്യും, ഞാൻ ഇതൊരു കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഇവളൊന്നും ചെയ്യുന്നത്. അപ്പൊ ലൈക്ക് ഇവള് ഹനീഫ് എന്തെങ്കിലും പറയുമ്പോ അത് അതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് ആണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഇത് ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ അത് നമ്മുടെ സ്വന്തം മോളാകുമ്പോൾ അത് നന്നായിട്ടില്ലെങ്കിൽ അത് ആൾക്കാർ അത് പറയുമല്ലോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു എനിക്ക്. അപ്പൊ ഹനീഫ് പറഞ്ഞു ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഭയങ്കര ഹാപ്പി ആയി. ലൈക്ക് ഷി ഡിഡ് ഇറ്റ് വെൽ. അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ പുറത്തായിരുന്നു അന്ന്. ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇതുപോലെ ചെയ്യണമെന്ന്? ഏറ്റവും കൂടുതൽ എടുത്ത ടിപ്പ് ഏതാണ്? ലൈക്ക് ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ളത്. Don't be scared to go up. ചെയ്തുവല്ലോ അല്ലേ? സോ മൂവി കഴിഞ്ഞ ശേഷം എന്താണ് കുട്ടികളെ പ്രകടനത്തിനെ പറ്റിയിട്ട്, ലൈക്ക് ദ വേ ദേ ആർ ആക്ടിങ്, എന്താണ് എല്ലാവരും പറയുമ്പോൾ എന്താ കേൾക്കുമ്പോൾ തോന്നുന്നത്? എല്ലാവരും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെയും ഒരു സീൻ ഉണ്ടായിരുന്നു, ബട്ട് അത് കട്ട് ചെയ്ത് പോയതാ തോന്നുന്നുണ്ട്. ബട്ട് രണ്ടുപേരും നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് അവര് ഫസ്റ്റ് ആയിട്ട് ഫ്രിഡ്ജില് തലട്ടടിക്കുന്ന കുട്ടിയുണ്ട്, പക്ഷെ അത് ഫേസ് ശരി കാണിച്ചിട്ടില്ല, അത് മോളായിരുന്നു. അപ്പൊ അതൊക്കെ അവൾ നന്നായി ചെയ്തായിരുന്നു. നിങ്ങൾക്ക് സാധിച്ചു? ഫ്രിഡ്ജിൽ അത് സീൻ സിനിമയിലുണ്ട്, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നില്ല. മുടി പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കുന്ന സീൻസ് ഉണ്ട്, അപ്പൊ അത് ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല സീനില്. രണ്ടുപേരും നന്നായി ചെയ്തായിരുന്നു. ഒരുപാട് പറഞ്ഞ സ്പോയിലർ ആയി പോകും. ലിറ്ററലി നമുക്ക് ബാക്കിയുള്ള വയലൻസും ഓക്കെ ഫൈൻ, നമുക്ക് പോകുന്ന വിചാരിക്കാം, പക്ഷെ കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു വയലൻസ് സീക്വൻസ് എന്ന് പറയുന്നത് ആൻഡ് ദേ ഡൺ ഇറ്റ് വെരി വെൽ, അതിലൊന്നും പറയാനുമില്ല. സോ അപ്പാർട്ട് ഫ്രം ഉണ്ണി എന്ന് പറയുന്ന ആക്ടർ, ബാക്കി ജഗദീഷ് ചേട്ടൻ്റെ ഒക്കെ അഭിനയം അല്ലെങ്കിൽ ദ സ്വാഗ് ദേ ആർ കീപ്പിംഗ് ഓൺ ദ എൻറ്റയർ മൂവി. ജഗദീഷ് ചേട്ടനൊക്കെ ഈ മൂവി സെലക്ട് ചെയ്തത് ഹനീഫ് ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ അത് ഹനീഫിന്റെ ഒരു ക്രിയേഷൻ ആണല്ലോ ജഗദീഷ് ചേട്ടൻ്റെ ഈ ഒരു ക്യാരക്ടർ. അത് ജഗദീഷ് ചേട്ടൻ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുണ്ടായിരുന്ന ചലഞ്ച്. ജഗദീഷ് ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്തതും. പിന്നെ സിദ്ദീഖായാലും, സിദ്ദീഖൊക്കെ എന്താ പറയാ, സിദ്ദീഖാടൊക്കെ സ്വാഗ് ഗംഭീരമാണ്. ഈ ഫൈറ്റ് ആയാലും ഗംഭീരമായിട്ട് സിദ്ദീഖ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജഗദീഷ് ചേട്ടനും സിദ്ദീഖയുടെ ഭാഗത്തുനിന്ന് അവർ നമ്മുടെ സിനിമയിലേക്ക് വരുന്നതാണ് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നത്. ബാക്കിയുള്ള ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ അഭിമന്യു തിലകൻ സാറിന്റെ ഫാമിലി നിന്ന ആക്ടറാണ്. അപ്പൊ അഭിമന്യു ഒക്കെ ഗംഭീരമായിട്ട് അത് നമുക്ക് ഓൾറെഡി എക്സ്പെക്ടഡ് ആയിരുന്നു. അഭിമന്യുവിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു പെർഫോമൻസ് എക്സ്പെക്ടഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ഞെട്ടിച്ചുള്ളത് ഇഷാൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഉണ്ണിയുടെ അനിയനായിട്ട് അഭിനയിച്ച, നമ്മളൊരിക്കലും ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല, കാരണം പുതുതായിട്ട് അഭിനയിക്കുന്നതാണ്. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. കാരണം ആക്ച്വലി ഇഷാനെ സജസ്റ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പോ നമ്മൾ സജസ്റ്റ് ചെയ്ത ആൾ നന്നായി വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതെ. പിന്നെ ബാക്കിയെല്ലാം സിനിമയിൽ അഭിനയിച്ചല്ലോ. ആൻസൺ പോൾ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ്. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ നിന്നും വരാത്ത ഒരു ബ്രദറാണ്. ആ ഒരു രീതിയിൽ അത്രയും ഞങ്ങൾ സ്നേഹത്തിലാണ്. ആൻസന്റെ ഒക്കെ എനിക്ക് ഇതിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ളത് ആൻസൺ പോളാണ്. എനിക്കാണ് ഉണ്ണി തന്നെ ഒരു ഇന്റർവ്യൂലോ എവിടെയോ പറഞ്ഞിരുന്നു, ഇന്റർവ്യൂ അല്ല, ഒരു തിയേറ്റർ വിസിറ്റിന്റെ ഇടയിൽ പറഞ്ഞത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഉണ്ണിയുടെ ക്യാരക്ടർ മാർക്കോ കഴിഞ്ഞാൽ ദേവരാജാണ്, അതായത് ആൻസൺ പോളാണ്. അതുകൊണ്ട് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടാണ് സിനിമ നന്നായത്. അത് എടുത്തു പറയേണ്ടതാ. എല്ലാരും മത്സരിച്ച് അഭിനയിക്കാന്ന് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു മൂവിയിൽ ഉണ്ടായിരുന്നത്. ലൈക്ക് ഇപ്പൊ സിദ്ദിഖ് എന്ന് പറയുന്നത് ആൾക്കുള്ള ഒരു ക്യാരക്ടർ, ലൈക്ക് നോർമൽ ഷർട്ട് മുണ്ട് ഇതെല്ലാം നമ്മൾ കാണുന്നതാ. ബട്ട് ജഗദീഷ് ചേട്ടന്റെ ഒരു സ്വാഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ആളങ്ങോട്ട് തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. ആൻഡ് ദ സീൻസ് ഹി ഈസ് ഡൂയിങ്. ആൻഡ് ഇതിലുള്ള ഇപ്പൊ നമുക്ക് വില്ലന്മാരുടെ സൈഡ് മാർക്കോ എക്സ്ട്രീം ആണെങ്കിൽ അതിന്റെ ഒരു പടി മുകളിലേക്കാണ് ഇതിലുള്ള വില്ലന്മാര് ചെയ്തിരിക്കുന്നത്. ഒരു പടി മേലെ നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. കാരണം ഉണ്ണിയുടെ ആക്ഷൻ സീൻസ് ഒക്കെ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ, കാരണം ഉണ്ണി ആക്ഷൻ ചെയ്ത് നമുക്കറിയാം, പക്ഷെ ഇങ്ങനെ ചെയ്യും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഉണ്ണി അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ മേലേക്ക് നിൽക്കുന്ന വയലൻസിലാണ് വില്ലനിസം വന്നതും അവരാണ്. പിന്നെ ആക്ച്വലി വെച്ചാല് എനിക്കുണ്ടായിരുന്ന ഒരു ഫീൽ എന്ന് വെച്ചാല് വില്ലൻ വയലൻസ് കാണിക്കുമ്പോൾ അത് അവിടെ ഒരു ഇമോഷൻ ഉണ്ട്.
അതെ of course നായകൻ കാണിക്കുമ്പോൾ അവിടെ ഒരു ഇമോഷൻ ഉണ്ടാവില്ല, പക്ഷെ വില്ലൻ കാണിക്കുമ്പോഴാണ് ഇമോഷൻ. നമ്മളെ സിനിമയില് ഈ പറഞ്ഞ വയലൻസിൽ തന്നെ ഒരു ഇമോഷൻ കിട്ടിയിരുന്നു. അപ്പൊ അത് തന്നെ ആൾക്കാർക്ക് ഭയങ്കര കണക്ട് ആവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വരുന്ന ലാസ്റ്റത്തെ വില്ലന്റെ എൻട്രി ഉണ്ടല്ലോ, ലാസ്റ്റ് കബീർ. കബീർ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. കബീർ ശരിക്കും കബീറിന് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തൊരു സിനിമ ഇതാ. ലിറ്ററലി കബീറിന്റെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കബീർ. ആ പുള്ളി ഒരു ബ്രദർലി ഫീലാണ്. ഒരു ബോളിവുഡിൽ നിന്നാണ്, അല്ലെങ്കിൽ പുള്ളി അഭിനയിച്ചുള്ള സിനിമ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ സിനിമ ആയിരിക്കാം. പുള്ളിക്ക് അങ്ങനത്തെ ഒരു അഹങ്കാരമോ ഒന്നുമില്ല, ഒരു സാധാരണ നല്ലൊരു മനുഷ്യൻ. പക്ഷെ സിനിമയുടെ അകത്ത് അങ്ങനെയല്ല. ഉറപ്പായിട്ടും ഇവരായിട്ട് ഭയങ്കര കമ്പനിയാണ്, കബീറും ഇവരും ഭയങ്കര കമ്പനിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വില്ലന്മാരുടെ ഇടയിൽ ഇരുന്ന സമയത്ത്? ലൈക് വി ലിറ്ററലി നോ ഓക്കെ ഇതാണ് അടുത്ത സീൻ വരാൻ പോകുന്നത്. എങ്ങനെയായിരുന്നു പ്രിപ്പയർ ആയത്? Actually, one of the villains, Abhimanyu, we call him Biscuit Villain. ബിസ്ക്കറ്റ് വില്ലൻ എന്നാ വിളിക്കുക, കാരണം അഭി എപ്പോഴും ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസ്ക്കറ്റ് വില്ലൻ എന്നാ വിളിക്കുക. എല്ലാവരും ഭയങ്കര കോംബോ വർക്ക് ആയിട്ടുണ്ടാവും അല്ലെ ഇത് സെറ്റിൽ? ഇവരായിട്ട് ഭയങ്കര ഇഷാൻ എല്ലാവരും അവരെല്ലാവരും ആ ഫ്രണ്ട്ലി മൂഡ് ക്രിയേറ്റ് ചെയ്താണ് ഇവർക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയത് ആക്ട് ചെയ്യാനായിട്ട്. സോ സെലിബ്രിറ്റി പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അറിയുന്നതാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ബിസിനസ് സൈഡ്? എന്താണ് കച്ചവടം? എന്താണ് പറയൂ. കച്ചവടം ക്യൂബ്സ് എന്നാണ് കമ്പനിയുടെ പേര്. നമ്മള് സെയിം പേര് തന്നെയാണ് മീഡിയ പ്രൊഡക്ഷനും ഇട്ടത്. നമുക്ക് ലോജിസ്റ്റിക്സ് ഉണ്ട്, ചെറിയ രീതിയിൽ കൺസ്ട്രക്ഷൻ ഉണ്ട്, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒക്കെ ചെറിയ ചെറിയ കമ്പനികൾ, കുറച്ചധികം ആക്ടിവിറ്റീസ്, ചെറിയ ചെറിയ രീതിയിൽ. അതെ, അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2011 ദോഹയിൽ വെച്ചിട്ടായിരുന്നു. പിന്നെ അതിനുശേഷം 2018 ജാനിലാണ് ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇന്ത്യയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ UAE ലോജിസ്റ്റിക്സ് 2021 സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ മീഡിയ പ്രൊഡക്ഷൻ ക്യൂബ്സ് എന്റർടൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ബിസിനസ് ഇപ്പൊ ലോജിസ്റ്റിക്സ് ആണ് ആൻഡ് ഒരു കരിയർ ലൈക്ക് ആ ഒരു ട്രീ ഗ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു പോസ്റ്റിൽ ഒരു പൊസിഷനിൽ വരുന്ന സമയത്ത് ഹൗ മൂവി അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ? പറഞ്ഞതിൽ തന്നെ ആൻസർ ഉണ്ട്. സിനിമയും ബിസിനസ്സാണ്. പിന്നെ അതിൽ നമ്മളൊരു പാഷനും കൂടി ഉണ്ടാവണം, എന്നാലാണ് അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ബിസിനസ് മാത്രമായിട്ട് കാണുവാണെങ്കിൽ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മാറിയിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക, അതിനൊരു റിസൾട്ട് ഓറിയന്റഡ് ആവാൻ ചാൻസസ് കുറവാണ്. ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാവും എന്ന് ഉറപ്പല്ല പറയുന്നത്, അതൊക്കെ ഓഡിയൻസ് സ്വീകരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ രണ്ടും കൂടി ഇൻവോൾവ് ആകുമ്പോൾ കുറച്ച് നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിസിനസ് പ്ലസ് പാഷൻ. പാഷൻ മേക്സ് ദാറ്റ് ബിസിനസ്. സോ മാം എങ്ങനെയാണ് ആളുടെ ബിസിനസ്സിൽ പാർട്ടാണോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട് ഓഫ് ബിസിനസ് ആണോ എങ്ങനെയാണ്? അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി? ഞാനിപ്പോ കറന്റ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല, മെന്റൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെന്റൽ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. കാരണം ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും മെന്റലി വീട്ടിൽ എനിക്ക് സമാധാനം തരണം. അത് തന്നാൽ തന്നെ ബാക്കിയെല്ലാം ഞാൻ ഓക്കെയാണ്. പിന്നെ മക്കളുടെ കാര്യങ്ങളായാലും അവള് നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങളും. വൈഫ് മുൻപ് വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ കാര്യം ആയതുകൊണ്ട് ചെയ്യുന്നില്ല. ഇനി ഫ്യൂച്ചറിലും ചിലപ്പോൾ സിനിമ പ്രൊഡക്ഷനിലും എന്റെ കൂടെ ഉണ്ടാവും, ചിലപ്പോ ഏതെങ്കിലും കമ്പനിയിൽ കാര്യങ്ങൾ പ്രൊഡ്യൂസറായിട്ട് ഉണ്ട്. ബട്ട് ഞാൻ അതിന്റെ ബാക്കിൽ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇനി ഫ്യൂച്ചറിൽ എന്തായാലും വൈഫിനും ഒരു റോള് കൊടുക്കും. ഞാൻ അക്കൗണ്ട്സ് പാർട്ട് വൈഫിന്റെ കാര്യത്തിൽ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഫേസ് റിവീൽ ചെയ്യാനുള്ളതും കൂടി ഉണ്ടല്ലേ, അതും കൂടെ അതൊരു ആക്ടിങ് സൈഡ് അല്ല, അതൊരു ചെറിയൊരു പോർഷൻ അല്ലേ. പക്ഷെ അതിന്റെ ബാക്ക് വർക്ക് ആണല്ലോ അതിന്റെ കൂടുതൽ വരുന്നത്. ഓക്കെ, പറയൂ, നിങ്ങൾ പറയൂ, കുട്ടികൾ പറയൂ, എന്താണ് അടുത്ത പരിപാടി? ഇപ്പൊ വെക്കേഷൻ ആണോ നടക്കുന്നത്? ഓക്കെ, ഏത് ക്ലാസ്സിലാണെന്ന് പറഞ്ഞില്ല? എന്റെ 4th grade, 2nd grade. എങ്ങനെ ക്ലാസ് ഒക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ല. ഇപ്പൊ ഇനി മൂവിയിലേക്ക് ഇതുപോലെ കോളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പഠിത്തം ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകണം, ആക്ട് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകണം, അപ്പൊ എങ്ങനെയാണ്? So the school and acting in another side. So it's but then when we were acting there was no school. It was like holiday because we were going to the next grade. So we were fully free. So it's really easy for us to act and no hesitation. So not ready to commit any other projects for the time being, right? Yeah. So class തുടങ്ങി കഴിഞ്ഞാൽ very busy with studies ആയിരിക്കുന്നാണോ പറയണേ? Now I'm not at all. എനിക്ക് ഒന്നിനും സമയമില്ല, പഠിക്കാൻ മാത്രമേ ടൈമുള്ളൂ. അങ്ങനെയൊന്നുമില്ല. സോ ഇപ്പൊ നമ്മുടെ മാർക്കോ എന്ന് പറയുന്നത് 18+ ലൈക്ക് വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് മൂവിയാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജനത തന്നെ പിടിക്കാനാണോ അല്ലാതെ? നമ്മളെല്ലാ ജോണറും ആഗ്രഹിക്കല്ലോ. എല്ലാ പ്രൊഡ്യൂസേഴ്സും ഒരു ജോണർ തന്നെ പിടിക്കണമെന്ന് ആരും നോക്കില്ല. നമുക്ക് ഏതാണോ ബെറ്റർ
അതായത് ഇതൊക്കെ തന്നെ വന്ന് സംഭവിക്കുന്നതാ, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലോ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന്. ഡയറക്ടർ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യും, പക്ഷെ പ്രൊഡ്യൂസർക്ക് അത് വന്ന് സംഭവിക്കുന്നതാണ്. അപ്പൊ അടുത്ത ജോണിൽ നമ്മളുടെ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞത് നമുക്കൊരു സൂപ്പർ ഹീറോ പ്രൊജക്ട്, പിന്നെ ഈ പക്ക ഹൊറർ മൂവീസ്. കാരണം ഇങ്ങനെ മലയാളത്തില് അങ്ങനത്തെ ഒരു ഹൊറർ മൂവി വന്നില്ല. നമുക്കൊരു നണ്ണും കോൺജുറിങ് പോലത്തെ ഒരു മൂവി അത് വരണം, മലയാളത്തിൽ നിന്ന് വരണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു. നടക്കും ഉറപ്പില്ല, പക്ഷെ ആഗ്രഹിക്കുന്നു. അതെ, അതൊക്കെയാണ് അപ്കമിങ് പ്രോജക്ട്സിന്റെ ആഗ്രഹങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതെ. ഓക്കെ. സോ ഇതിൽ ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറയുന്ന ഭാഗം വളരെ കുറവാണ്. നമുക്ക് അങ്ങനെ ഒരു ഫീമെയിൽ ആ ഒരു കാര്യത്തിനെ കാണുന്നില്ല. സോ ഒരു പവർ പാക്കായിട്ടുള്ള ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവി നമുക്ക് പ്രതീക്ഷിക്കാവോ? നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടോ എന്തായാലും ചെയ്യും. പിന്നെ ഇതിൽ ഫീമെയിൽസിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫീമെയിൽസ്, ഇഷാന്റെ ഗേൾ ഫ്രണ്ട്, ശരിക്കും ഇഷാനും ഗേൾ ഫ്രണ്ട് വെച്ചിട്ടാണല്ലോ മൂവി പോകുന്നത്. പിന്നെ നായികയുണ്ട്, പിന്നെ ആ ഫാമിലിയില് ഉള്ള ലേഡീസ് എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ഫീമെയിൽ തീരെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത മൂവി ഒന്നുമല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരിക്കലും. പിന്നെ സിനിമയുടെ കഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇതിലെ കാസ്റ്റിംഗ് വന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് ഒരു മെയിൽ ഓറിയന്റഡ് രീതിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കും, അല്ലാതെ ഒരിക്കലും അതൊരു മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളല്ല. സോ ഇവിടെ UAE ഇപ്പൊ സെറ്റിൽ ആയിരിക്കുന്നത് വൈഫ്, കുട്ടികൾ, ആ രീതിക്കാണ്. ബാക്കി ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ മകനാണ്. എനിക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഇല്ല. പിന്നെ ഫാദർ എനിക്ക് 6 വയസ്സിലും മരണപ്പെട്ടു. മദർ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 8 വർഷമായി. അതെ, ഇപ്പോൾ ഇവരാണ് എന്റെ ഫാമിലി. ഈ ഇരിക്കുന്ന മാർക്കോ മൂവിയിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ഷെഡ് ആയി കഴിഞ്ഞാലും, അതേപോലെ തന്നെ ഡിഫൻഡേഴ്സ്, സിഗർ, ഇതെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പാർട്ടാണ് ടെക്നിക്കൽ സൈഡ്. അതെ അതെ അതെ. ടെക്നിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ ചന്ദ്രു DOP, അതിന്റെ ഫ്രെയിംസ് നിങ്ങളെല്ലാവരും ടീച്ചറായാലും സിനിമയിലും ഭയങ്കരമായിട്ട് ആസ്വദിച്ചതാണ്. ചന്ദ്രുവിൻ്റെ ഒക്കെ ഒരു പാട്ട് സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ചന്ദ്രു മാത്രമല്ല, പിന്നെ കലൈ കിങ്സൺ, അതായത് സിനിമയുടെ ഫൈറ്റ് മാസ്റ്റർ. ഞാനെപ്പോഴും പറയാറുണ്ട്, കാരണം പുള്ളി ഇന്ത്യ കണ്ട ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് മാസ്റ്റർ. കാരണം ആളുടെ പുള്ളിയുടെ കമ്മിറ്റ്മെൻറ്റും എല്ലാവരുടെ കമ്മിറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. കാരണം ആദ്യമായിട്ട് എനിക്കൊരു ഫൈറ്റ് മാസ്റ്റർ വന്നിട്ട് VFXൽ കാര്യങ്ങൾ ചെക്ക് ചെയ്തിരിക്കുന്നതൊക്കെ വെച്ചാൽ അത്രയും കമ്മിറ്റഡ് ആയിരുന്നു പുള്ളി. പിന്നെ ഷമീർ മുഹമ്മദ് എടുത്ത് പറയണം, കാരണം പുള്ളി എഡിറ്റർ. ഷമീറൊക്കെ വന്നത് നമ്മളുടെ ഭാഗ്യമാണ്. കാരണം ഷമീറിനെ പോലത്തെ ഒരാൾ ഇതിൽ കട്ട്സ് ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശ്വാസമായിരിക്കും. അപ്പോൾ ഷമീറിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡയറക്ടർ സുനിൽ ദാസ്, സുനിലേട്ടനൊക്കെ എന്താണോ മനസ്സിലാഗ്രഹിച്ചത് അതുപോലെ പുള്ളിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിയും നമുക്കൊരിക്കലും അതൊരു ആർട്ട് വർക്കാണ്, സെറ്റാന്ന് പറയാത്ത രീതിയിൽ പുള്ളി ചെയ്തിട്ടില്ല. പുള്ളിയുടെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് എന്താ പറയുക, കുറച്ചും കൂടി ഒരു ഫോർവേഡ് തിങ്കറാണ് പുള്ളി. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട മ്യൂസിക് ഡയറക്ടർ രവി ബസു സാറാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ നമുക്കൊന്നും ചിന്തിക്കണ്ട, കാരണം പുള്ളി ഒരു ലെജൻഡ് ആയതുകൊണ്ട് പുള്ളി വന്നത് നമ്മൾ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ടെക്നീഷ്യൻസും, ബാക്കി എല്ലാ ഇതിൻ്റെ ബാക്കിൽ നിന്ന ആൾക്കാരും, ആക്ച്വലി ഈ ഫ്രണ്ട് എൻഡിൽ നിന്ന ആൾക്കാർ മാത്രമല്ല, ഈ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു അസിസ്റ്റൻസ് ഉണ്ട്, അവരൊക്കെ ഭയങ്കരമായിട്ട് ഈ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മൾ കൂടെ വന്നിരുന്ന നമുക്ക് ഭക്ഷണം തന്നിരുന്ന ചേട്ടന്മാർ വരുന്നുണ്ട്, അവരുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. കാരണം നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിൽ ഞാൻ കൂടുതൽ ഇവരുടെ അടുത്ത് പോയിരിക്കാറുണ്ട്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാനായാലും ചായ കുടിക്കാനായാലും ചെന്നിരിക്കുമ്പോൾ അവർ നമുക്ക് തരുന്നൊരു സപ്പോർട്ടുണ്ട്. കാരണം ഈ സിനിമനെ അവർ കാണുന്നതും അവരുടെ ഇൻവോൾവ്മെന്റും, അപ്പോൾ അവരുടെ ഒരു സത്യത്തിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്നത് അവരുടെ ഒരു ഉത്സാഹം കണ്ടിട്ടാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് സെക്യൂരിറ്റി ചേട്ടൻ വരെ പുള്ളിയൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അപ്പോൾ ഞാൻ എല്ലാവരോടും അതിന് കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഞാൻ നന്ദിയും പറയണം ഈ അവസരത്തിൽ. എല്ലാവരുടെയും ഒരു ടീം സ്പിരിറ്റ് ആണ് ആ മൂവിയുടെ വിജയം. 100%. ഫുഡ് തരുന്ന ചേട്ടന്മാര് പ്രത്യേകം പറയണം. ഫുഡ് തരുന്ന ചേട്ടന്മാര് ഭയങ്കര കെയറിങ് നോർമലി ചിലപ്പോൾ ഒരു എല്ലാ സിനിമയിലും അങ്ങനെ ആയിരിക്കാം, പക്ഷെ നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവരുടെ ഒക്കെ ഒരു എന്താ പറയുക, നമ്മളോട് കാണിക്കുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ, ഒരു ജെനുവിനിറ്റിയാണ്. അതായത് ഒരു അഭിനയിച്ചിട്ടല്ല കാണിക്കുന്നത്, അതൊരു ജെനുവിൻ സ്നേഹം കാണിക്കും നമുക്ക് ഭയങ്കരമായിട്ട്. പ്രഗ്നന്റ് ആണെന്ന് ലൊക്കേഷനിൽ വെച്ചിട്ട് അറിഞ്ഞത്. അപ്പൊ ആ സമയം തൊട്ട് എനിക്ക് ഓരോ 5 മിനിറ്റ്സിലും ജ്യൂസും ടെൻഡർ കോക്കനട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു പറയാണ്ട് തന്നെ ഭയങ്കര കെയറിങ് ആയിരുന്നു. എന്റെ വീട്ടിലുള്ളതിനേക്കാളും കെയറിങ് ആയിരുന്നു അവർ എൻ്റെ അടുത്ത്. ഭയങ്കര സ്നേഹമായിരുന്നു. ഫുള്ള് ഷൂട്ട് കഴിഞ്ഞവരെ സെറ്റിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെ പോയി ബ്രേക്ക് ഇവരുടെ ക്ലാസ് അനുസരിച്ച് ഇങ്ങനെ പോയിട്ട് വന്നിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പം ഇതിൽ ഇത്രയും നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള വില്ലന്മാരും നമ്മുടെ ഹീറോ എക്സ്ട്രീം ഹാൻസം, അതേപോലെ തന്നെ ബാക്കി എല്ലാവരും അതിൽ ആരെയും ഒന്നും പറയാനില്ല, എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ്. സോ ഇത്രയും ലുക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എന്തുകൊണ്ട് അതിൽ ഫേസ് കാണിച്ചില്ല എന്ന് കൂടെ പറയും. അഭിനയിക്കാൻ അറിയണ്ടേ? അല്ല, അത് കഴിവുള്ളവർ ചെയ്യട്ടെ. നമ്മൾ അവരുടെ കഴിവുള്ള അവർ ചെയ്യുന്നുണ്ട്, എന്റെ ലിമിറ്റേഷൻ കപ്പാസിറ്റി ഉള്ള ഞാനും ചെയ്യുന്നുണ്ട്.
എന്നാലും ഒന്ന് ഫേസ് കാണിക്കണം എന്ന് പോലും തോന്നിയില്ല. അല്ല അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടല്ലേ. ആക്ച്വലി ഈ സിനിമയുടെ കഥ പറയുന്ന സമയത്ത് ഒരു ക്യാരക്ടർ എന്നോട് ഹനീഫ് ഫസ്റ്റ് കഥ പറയുന്ന സമയത്ത് സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഈ ഒരു ക്യാരക്ടർ ബ്രോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട ബ്രോ എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണില്ലേ, ഡിസ്നി വേൾഡിൽ നിന്ന് വരുന്ന ബ്യൂട്ടിഫുൾ പ്രിൻസ് ഇതുപോലൊക്കെ ഈ കുതിരപ്പുറത്തൊക്കെ വന്ന് ഞങ്ങളെ രക്ഷിക്കും ലാസ്റ്റ്, അങ്ങനെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? Sometimes. Okay. But then we realized we're just dead. സോ ഇപ്പം യൂഷ്വലി സാറിന്റെ ഫസ്റ്റ് മൂവിയാണ്. സോ അതിൽ തന്നെ കുട്ടികൾ അഭിനയിക്കുകയാണ്. സോ ഈ ഒരു മൂവിയിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ പൊതുവെ ലൈക്ക് നമുക്കിപ്പോൾ നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ ഈ ഒരു മൂവിയിൽ എൻ്റെ മക്കളുടെ ഫേസ് ഒന്ന് കാണിച്ചാൽ മതി, അതിപ്പോൾ ചെറിയ റോളായാലും മതി, അത് നോർമൽ ഫേസ് കാണിക്കുന്നു പോകുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഈ ഒരു മൂവിയിലെ വയലൻസ് കംപ്ലീറ്റ്, അതായത് മൂവിയിൽ എന്താണോ ആ ഒരു സംഭവം വെച്ചിട്ടുള്ളത് അതിൽ കംപ്ലീറ്റ് ഇവർ രണ്ടുപേരും ഉണ്ട്. ലൈക്ക് ആ എൻഡിൽ എന്താണുള്ളത്. സോ ഹൗ യു ഫീൽ അബൌട്ട് ദാറ്റ്? എന്റെ മൂത്ത മോൾ തന്നെയാണ് എന്നോട് ആദ്യം പറഞ്ഞത് എനിക്ക് മൂവിയിൽ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്, മൂവി നമ്മൾ കമ്മിറ്റ് ചെയ്ത സമയത്ത്. അപ്പോൾ ഓക്കെ, പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹനീഫ് ഡയറക്ടറോട് നമ്മൾ ഒരിക്കലും എൻ്റെ മക്കളെ അഭിനയിപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യണം അന്ന് അങ്ങനെ ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഹനീഫിന്റെ സ്ക്രിപ്റ്റിൽ ഓൾറെഡി കുട്ടികൾ ഉണ്ടായതുകൊണ്ട് അതിൽ ഞാൻ എൻ്റെ മക്കളെ കാസ്റ്റ് ചെയ്യാനുണ്ടായത്. അത് ഞാൻ ഹനീഫിനോട് ചോദിച്ചു എൻ്റെ മക്കളെ ആപ്റ്റാണോ. 100% ഹനീഫ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആ സീൻ അങ്ങനത്തെ സീൻ എടുക്കുമ്പോൾ നമ്മളുടെ മക്കൾ തന്നെ ചെയ്യുമ്പോൾ വേറെ ആരുടെ ഒരു കൺസെന്റ് വേണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ കുട്ടികൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് തോന്നി. പിന്നെ അവർ നന്നായി ചെയ്യുകയും ചെയ്തു. അവരെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചെയ്യുന്നത്. കാരണം സിനിമയിൽ കാണുമ്പോൾ ഭയങ്കര ബ്രൂട്ടൽ സാധനമാണെങ്കിലും അവര് ലൊക്കേഷനിൽ അത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ അവര് ഭയങ്കര ജോളിയായിട്ട് അവിടെ കളിച്ച് എല്ലാവരോടും അവിടെ എല്ലാ കാസ്റ്റിംഗ് ക്രൂവിനോടും ഭയങ്കര കമ്പനി ആയിരുന്നു എല്ലാവരും. അതെ, അല്ലാതെ അവരൊരു എന്താ പറയാ ഒരു സൈഡിൽ മാറി നിൽക്കുക അങ്ങനെയൊന്നുമില്ല. അവരവിടെ കളിച്ച് എല്ലാവരുടെ അടുത്തും പോയി കമ്പനി അടിച്ച്, അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ അവർ ചേട്ടന്മാരുടെ അടുത്ത് പോയി ഭക്ഷണം ചോദിച്ച് മേടിച്ച് അവർ കഴിച്ച് ഭയങ്കര ജോലിയായിരുന്നു. പിന്നെ കുറെ വേറെ കുട്ടികളുണ്ടായിരുന്നല്ലോ, അവരൊക്കെ എന്താ പറയാ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവരെ ഭയങ്കര അവരുടെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എല്ലാരും. കുട്ടികളെല്ലാരും നന്നായി ചെയ്തിട്ടുണ്ടായി. കുട്ടികളെ കൊണ്ടേ കാണിച്ചില്ല, തിയേറ്ററിൽ കൊണ്ടുപോയിട്ടില്ല. ഇതില് ടിവിയിൽ വരുന്ന സമയത്ത് ഒരുപാട് മാറ്റം, ലൈക് തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു സംഭവം ആയിരിക്കില്ലല്ലോ ടിവിയിൽ വരുന്നത്. അതെ, അല്ല തിയേറ്ററിൽ വരുന്നതിൽ ഭയങ്കരമായ മാറ്റങ്ങൾ OTT ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഡിജിറ്റലി നമ്മള് എന്തായാലും കട്ട് ചെയ്ത സീൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഇഷ്ടമാണുള്ളത് ഇടണോ വേണ്ടതെന്നുള്ളത്. പിന്നെ മക്കളെ കാണിക്കാനായിട്ട് എന്തായാലും ഞാനൊരു പ്രിവ്യൂ ചെയ്യും ഞാൻ എന്തായാലും അവർക്ക് കാണാനായിട്ട്. ഡിസ്നിയിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസ്, ഈ വൈറ്റ് ഹോർസിലൊക്കെ വന്ന പ്രിൻസസിനൊക്കെ എസ്കേപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. സോ അതുപോലെ എൻഡിലൊക്കെ വരും. ഞങ്ങൾ ഈ എന്റെ സിനിമ എന്റെ ഉണ്ടാവും, ഞങ്ങൾ ഇങ്ങനെ ഡെഡ് ആവില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നോ? That we thought. എന്നിട്ട് ബാക്കി പറയൂ, എക്സ്പീരിയൻസ് പറയൂ സെറ്റില്. It was very good. Yeah. Everyone was very friendly and kind. No. How ആ ഒരു സീൻ മാത്രം ചെയ്ത സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? The hanging scene. Yeah. I was very there was glass on the floor, real glass. So I was actually pretty scared. Yeah, actually the first time I went I was pretty scared. The second time I went a little bit scared. The third time I went I enjoyed it. I thought, and then Abhi, who was in the bench over there, I just did a flying thing and then he recorded it. He was like, wee. So you guys enjoyed a lot, Yeah. right? Yeah. So again, upcoming movies are waiting, right? Yeah. So സാറിന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്തെങ്കിലും നമ്മൾ പ്ലാനിലുണ്ട്. അതൊന്നും ഫൈനലൈസ് ആയിട്ടില്ല. കൺഫേം ചെയ്ത് നമ്മൾ പറയുന്നത് ശരിയല്ല. എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. മാർഗോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയി കഴിഞ്ഞാലും വളരെ ഇത്രയും സക്സസ് ആയാലും ആൻഡ് ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ടു ദ ഓഡിയൻസിന്. സോ ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നു, ഡയറക്ടർ ഉണ്ട്, അതേപോലെ ഉണ്ണി വരുന്നു, സാറിനെ അപ്രോച്ച് ചെയ്യുന്നു. ഒരു ട്രയാങ്കിൾ പോലെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു പല ലാംഗ്വേജിലേക്ക് കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ ഇതൊരു പാൻ ഇന്ത്യ ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നോ? ലൈക്ക് വെൻ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ മൂവി, ഈ ഒരു മൂവി തുടങ്ങി കഴിഞ്ഞു, ആ ഒരു സമയത്ത് ഇങ്ങനെ ഇത് പോസ്റ്റായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഉണ്ടായിരുന്നോ? ഈ സിനിമ ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. കാരണം ഫാമിലി, റിവെഞ്ച്, ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ സിനിമ നമ്മൾ തുടങ്ങുന്നത് ഒരു പാൻ ഇന്ത്യൻ മൂവി അങ്ങനത്തെ രീതിയിലല്ല നമ്മൾ തുടങ്ങുന്നത്. നമ്മളൊരു പ്യൂർലി മലയാളം മൂവി എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങിയത്. പക്ഷേ പതിയെ ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ മൂവി എന്നുള്ളത് ഓഡിയൻസാണ് പറഞ്ഞു തുടങ്ങിയത്, നമ്മളല്ല പറഞ്ഞത്. ഒരു ഫസ്റ്റ് ഇതിനൊരു ടാഗ് ലൈൻ പാൻ ഇന്ത്യൻ എന്നുള്ളത് കൊടുത്തത് ഓഡിയൻസാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം രവി ബസു സാറായിരിക്കാം. പിന്നെ നമ്മളുടെ ടീസർ വന്നതിന് ശേഷം അതിൻ്റെ ഫ്രെയിംസ് കണ്ടപ്പോഴും ആ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുള്ള രീതിയിലാണ് പാൻ ഇന്ത്യ എന്ന് പറഞ്ഞത്.
പിന്നെ മൂവി ഇറങ്ങിയപ്പോഴും നമ്മൾ ഹിന്ദി, മലയാളത്തിന് കൂടെ തന്നെ ഹിന്ദി ലാംഗ്വേജും സെയിം ഡേന് റിലീസ് ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ ഒരു പുഷ് നോക്കിയിട്ട് അടുത്ത ലാംഗ്വേജിലേക്ക് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഇപ്പോൾ തമിഴും തെലുഗും, ഞാൻ നേരത്തെ പറഞ്ഞ തമിഴും തെലുഗും ഇപ്പോൾ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം മലയാളത്തിൽ നിന്ന് വിട്ട് അതർ ലാംഗ്വേജസിലും നല്ല ഒരു പേരുണ്ടാക്കിയിട്ടുണ്ട്. മാർക്കോ എന്നുള്ള സിനിമ നല്ല പേരുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദിയിലായാലും നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 50 സ്ക്രീനിൽ ഇറക്കിയ സിനിമ പിന്നെ 140 സ്ക്രീൻസ് ആയി, ഇപ്പൊ 350 സ്ക്രീൻസ് ആയി. ഇനി വീണ്ടും ആഡ് ഓൺ ചെയ്ത് വരികയാണ്. അപ്പോൾ ഹിന്ദിയിൽ ഉണ്ടാവുന്ന ഒരു ബൂം ഇപ്പം GCCയിൽ 1-ാം തീയതി മുതൽ ഹിന്ദി ഇവിടെ റിലീസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. നമ്മളുടെ ലിമിറ്റേഷനിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് പോകുന്നുണ്ട്. സിനിമയ്ക്ക് കിട്ടിയ ഒരു സ്വീകാര്യത തന്നെയാണ് നമുക്കത് ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയത്. ഇതിൽ ഇപ്പം ഉണ്ണി മുകുന്ദൻ ആസ് എൻ ആക്ടർ എക്സ്ട്രീം ലെവലിലാണ്, നല്ല രീതിക്കാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഓരോരുത്തരെയും എടുത്തു പറയാൻ വേണ്ടിയിട്ടില്ല. സോ ഒരാൾ ഇതിൽ മാറ്റി കാസ്റ്റ് ചെയ്യാൻ ആണ് എന്നുള്ള ഇപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്. മാറ്റി കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഉണ്ണിയുടെ പ്രൊജക്റ്റാണ്. കാരണം എനിക്ക് ആ പ്രൊജക്ട് തരുന്നത് ഉണ്ണിയാണ്. ഞാൻ ഉണ്ണിയുടെ കോൺഫിഡൻസിലാണ് ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ മാറ്റാൻ പറ്റില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ എനിക്കൊരു വേറെ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ, നമ്മുടെ ഡാപ്സി ഇഷ്യൂ വന്നപ്പോൾ ഇങ്ങനെ ഒരു മാറ്റാവുന്ന സിറ്റുവേഷൻ വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷനിൽ ഡാപ്സിനെ മാറ്റുകയല്ല ചെയ്തത്. അപ്പൊ നമ്മൾ പകരം ഓഡിയൻസ് പറഞ്ഞ പോലെ ഒരു പുതിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കിയതാണ്. അപ്പൊ അതിലും പല രീതിയിലും എഗെയിൻസ്റ്റ് കാര്യങ്ങൾ വന്നിരുന്നു. അതായത് ആക്ടറെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ പറയുകയാണെങ്കിൽ, അതായത് നമ്മളൊരു പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ലിമിറ്റേഷനിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ സിനിമയുടെ ആക്ടർ മാറ്റാൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഡയറക്ടർ മാറ്റാൻ പറ്റില്ല. നമ്മൾക്ക് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ലിമിറ്റേഷനിലുള്ള കാര്യം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് ഇനിയും ട്രൈ ചെയ്യും. ഞാൻ ഈ ഇഷ്യൂ വന്ന സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ സിംഗറിന് വന്ന സമയത്ത്, ബ്ലഡ് എന്ന് പറഞ്ഞ സോങ് ഇറങ്ങിയ സമയത്ത് ഡാപ്സിയുടെ ഒരു ഇഷ്യൂ വന്നപ്പം ലൈക്ക് അപ്പം ഓരോരുത്തർ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവരെ മാറ്റുമോ അവരെ മാറ്റുമോ എന്നുള്ള ഒരു സാധനം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ലിമിറ്റേഷനുള്ളത് നമുക്ക് മാറ്റാൻ പറ്റും. അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ, കാരണം ഈ സിനിമ സ്വീകരിക്കേണ്ടത് ഓഡിയൻസ് ആണ്. ഏതൊരു സിനിമ ഒരു ഡയറക്ടർ, ഒരു ആക്ടർ, ഒരു പ്രൊഡ്യൂസറും അത് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് ഹിറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അത് ഓഡിയൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് റിസൾട്ട് ഉണ്ടാവുന്നത്, അത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ കാര്യം പബ്ലിക്കിലേക്ക് വിടുമ്പോൾ ഓഡിയൻസിന്റെ ഭൂരിഭാഗം ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ആ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് ഇനിയും ട്രൈ ചെയ്യും. അത് കാരണം എല്ലാവരും 100% പെർഫെക്റ്റ് അല്ല. നമ്മളുടെ ജഡ്ജ്മെന്റും 100% ശരിയാവണമെന്ന് എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളുടെ ജഡ്ജ്മെന്റ് തെറ്റുന്ന സിറ്റുവേഷനിൽ മറ്റുള്ളവർ നമ്മൾ തിരുത്താൻ നോക്കുമ്പോൾ ആ തിരുത്തുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മളത് ചെയ്യാൻ ട്രൈ ചെയ്യും. ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ടാവില്ലേ? ഫസ്റ്റ് മൂവിയാണ്, സോ എന്തായാലും ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ടാവും. സോ ഹൗ യു ഫേസ് ഇറ്റ്? അല്ല, ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റിലെ തീരുമാനം എടുത്തത് ഞങ്ങൾ ഈ നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് നമുക്ക് പോയിന്റ്, നമുക്കത് ശരിയാക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമുക്കത് ശരിയാണെന്ന് തോന്നുകയാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. ബാക്കി നമ്മളെ കുറിച്ചിട്ട് മോശമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് തുടക്കത്തിൽ എടുത്തത്. നമ്മളത് ഇഗ്നോർ ചെയ്ത് കളയാം. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ അവർ ശരിയായിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നത്, നമുക്കായിരിക്കും അത് തെറ്റെന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ശരികളിൽ നമ്മൾ തിരുത്തേണ്ട ആവശ്യം നമുക്കില്ല, നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. ഇത്രയും നേരമായിട്ട് നമ്മളെല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആള് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒരാൾ ഇത്ര ഒന്നും മിണ്ടുന്നേ ഇല്ല. പറയൂ, ഇനി ആള് ഇപ്പൊ മിണ്ടാതിരിക്കുന്ന നോക്കണ്ട, ആള് അത്യാവശ്യം നല്ലോണം സംസാരിക്കുകയും ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. മോള് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു? പറയൂ, ചേച്ചി പറഞ്ഞു കഴിഞ്ഞു, ഇനി മോള് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെയുള്ള ആളുകളുടെ സെറ്റിൽ മിങ്കിൾ ചെയ്യുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിയേട്ടനായിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്തത്, നിങ്ങളുടെ ലാസ്റ്റത്തെ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസ് സീൻ ചെയ്തത്, ആൻഡ് പപ്പയോ അമ്മയോ എന്തായാലും ഉണ്ടാവും, സെറ്റിൽ ഉണ്ടായിരിക്കും. സോ ഹെൽപ്പ് ചെയ്തോ? പറയൂ. Yeah, they helped me practice the lines, and she had a line in the ഉണ്ണിനെ കുറിച്ചിട്ട് ഇൻട്രൊഡക്ഷൻ സീനിൽ ഇവള് പറയുന്ന ചെറിയൊരു ഡയലോഗ് ഉണ്ട്, he has huge swag. അപ്പൊ അത് അവളിങ്ങനെ ലൈൻസ് പറയോ? മലയാളത്തിലായിരുന്നു അത്. മലയാളം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അവന് ഹനീഫ് ഇംഗ്ലീഷിലേക്ക് ആക്കി കൊടുത്തതാണ്. പറയാമോ? he has huge swag. Okay, എന്നിട്ട് ബാക്കി പറയൂ. Ishan was kind. Unni Mukherjee was friendly and he helped for acting. And Durva auntie was friendly and Hanif uncle.
Abhi, Kabir uncle. Yeah. Kabir uncle was Very funny, you know. funny. വെരി ഫണ്ണി ഇൻ റിയൽ ലൈഫ് പുള്ളി ഫണ്ണി തന്നെയാണ്. അതെ കറക്റ്റ് ആണ്. ഹനീഫിന്റെ ഒക്കെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പുള്ളി ഒരു ഡയറക്ടർ സൈഡിൽ നിന്ന് ഇവർക്ക് കൊടുത്തൊരു സപ്പോർട്ട് തന്നെയാണ് അവർ നന്നായി ചെയ്തത്. കാരണം ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാൾക്ക് അത് ചെയ്യുന്നത് നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്രെഡിറ്റ് ഹനീഫിനുള്ളതാണ്. കാരണം ഹനീഫ് അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ നിർത്തിയിട്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അവരുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ഹനീഫ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലേ? So you're very happy in the set, right? Yeah. So enjoyed the movie? Yeah. No, not the proper time you got saw the movie, right? So time വരുമ്പോ വേഗം പോയി മൂവി കണ്ടിട്ട് എന്താന്ന് പറഞ്ഞു തരണേ എങ്ങനെയുണ്ട് എന്നുള്ളത്. Okay. മാർക്കോ മൂവി ആക്ച്വലി എന്തായാലും വൺ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ വിചാരിച്ചതിലും കൂടുതലായിട്ട് നമ്മളിപ്പോ പല തിയേറ്റേഴ്സിലേക്കായാലും ഫസ്റ്റ് പ്രൊജക്ട് കൂടാണ്. ആൻഡ് ദ സെലക്ഷൻ വാസ് സോ ഗുഡ്. ഉണ്ണിയുടെ ആ കോൺഫിഡൻസ് എടുത്ത് അത്രയും യെസ് നമുക്ക് ചെയ്യാം എന്നുള്ളത് ചെയ്തതിൽ എന്തായാലും സക്സസ്ഫുൾ ആയി പോകുന്നതിൽ ഐ എം സോ ഹാപ്പി. ലൈക്ക് അവർ ഓഡിയൻസ് ഓൾസോ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. സോ നെക്സ്റ്റ് പ്രോജക്ട്സ് എന്ത് തന്നെയായാലും ആസ് സൂൺ ആസ് പോസിബിൾ ഞങ്ങളിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈം, ബിക്കോസ് യുവർ പ്രസൻസ്. Thank you so much for having us also. അപ്പോൾ താങ്ക് യു മൂവി വേൾഡ് മീഡിയ ഞങ്ങളെ ഹോസ്റ്റ് ചെയ്തതിൽ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. Happy New Year.